ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോസ്പൽ ചർച്ച് മീഡിയയിലൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ എൻ്റെ ദൈവം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിഴവൂർ ദേശത്താണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് പേര് സാംരാജ് എന്നാണ്. അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. ഇന്ന് ദൈവം വളരെ ശക്തമായി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷക്തനാണ്. എനിക്കൊരു മകളുണ്ട്. മകളുടെ പേര് നിമ എന്നാണ്. ഞങ്ങൾ ഇന്ന് 3 പേരും ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ ദൈവം ഭാഗ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിൽ നിന്ന് 2 വാക്ക് പറയുന്നതെങ്കിൽ അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്നും ജീവനോട് നിൽക്കുന്നത് മെഡിക്കൽ സയൻസിന് ഇന്നും ഒരു അത്ഭുതമാണ്. അങ്ങനെ എൻ്റെ ദൈവം ഇന്നും അതിശയ അത്ഭുതകരമായി എന്നെ വഴി നടത്തുന്നുണ്ട്. ശരിക്കും എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് എൻ്റെ ബാല്യകാലം മുതലാണ്. ഞാൻ ജനിച്ച് വളർന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലത്തൂർ ദേശത്താണ് ഞാൻ ജനിച്ച് വളരുവാനിടയായത്. പപ്പ, അമ്മ, അനിയത്തി, അനിയൻ, ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ശരിക്കും ഒരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിയാം, ദൈവമാണെന്നറിയാം. പക്ഷേ യേശുവിനെ രുചിച്ചറിഞ്ഞ ഒരു അനുഭവം എനിക്കില്ല. ഞായറാഴ്ച പള്ളിയിൽ പോവും, നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ബൈബിളുമായി പോകും, തിരിച്ചു വരും, കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും, പ്രാർത്ഥിക്കും, അത്രയുമുള്ളൂ. വചനം അങ്ങനെ വായിക്കാറില്ല. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ദൈവത്തിനെ കൂടുതലായി രുചിച്ചറിയുവാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ചെയ്തത്. ഞാൻ 9ാം ക്ലാസ്, ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്തയാൾ. അത് കഴിഞ്ഞ് അനിയത്തി, അത് കഴിഞ്ഞ് അനിയൻ, അങ്ങനെ വരുന്ന ധന്യ, ധനീഷ, അനീഷ്, ഞങ്ങൾ 3 പേരും അങ്ങനെ ആ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സമയത്ത് ഞാൻ 9ാം ക്ലാസ് പഠിച്ച് തുടങ്ങുന്ന ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അന്ന് ആ സമയത്ത് പനി വന്നു. എനിക്കും പനി വന്നു. എൻ്റെ പനി കുറയുന്നില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ പപ്പ ഒരു കൂലിപ്പണിക്കാരനായ ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു ഫാമിലി എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. അങ്ങനെ ഓരോ ദിവസവും ദൈവം നടത്തുന്നത് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പനി വന്നപ്പോൾ അത് കുറയുന്നില്ല. എൻ്റെ പപ്പയും അമ്മ എന്നെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടർ സ്റ്റെത്ത് വെച്ച് എൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു മർമറിങ് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു പ്രത്യേകതര ശബ്ദമാണ്, ഇത് വളരെ ക്രിട്ടിക്കലാണ്, വേഗം ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ട്രിവാൻഡ്രത്തെ കാർഡിയക് ഹോസ്പിറ്റലായ ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഈ ഒരു സാഹചര്യം വന്നത് അന്നത്തെ സാഹചര്യത്തിൽ താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. എൻ്റെ പപ്പയും അമ്മയും എൻ്റെ ആൻറ്റിമാരും എല്ലാവരും ചേർന്ന് എന്നെ വേഗം ഒരല്പം പോലും ഡിലേ ചെയ്യാതെ എന്നെ ശ്രീചിത്രയിലെ കാർഡിയക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായി. ഡോക്ടേഴ്സ് എക്സ്റേ, ECG, എക്കോ, ട്രാൻസ് ഈസോഫേജിയൽ എക്കോ, അങ്ങനെ എല്ലാ ടെസ്റ്റുകൾക്ക് എന്നെ വിധേയമാക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്തു, ഈ കുട്ടിക്ക് മിട്രോ വാൽവ് സ്റ്റീനോസിസ് ആണ്, സിവിയർ ആണ്, ഈ കുട്ടിയുടെ വാൽവുകളെല്ലാം മുകളിലോട്ട് ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല, വളരെ കുറച്ച് ദിവസം മാത്രമേ ഈ കുട്ടി ജീവനോടെ ഭൂമിയിൽ ആയിരിക്കുകയുള്ളൂ, ഇനി ഈ കുട്ടിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ട. എന്നിട്ട് എൻ്റെ എന്നെ നോക്കിയ ഡോക്ടർ എൻ്റെ പപ്പയും അമ്മയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വളരെ പെട്ടെന്ന് ഒരു ഹാർട്ടിൻ്റെ ഒരു സർജറി ചെയ്യണം. അതിങ്ങനെയാണ്, ബൈലാറ്ററൽ മിട്രൽ വാൽവോട്ടമി, തുടയിലൂടെ ഒരു ഗൈഡ് വയർ ഹാർട്ടിലോട്ട് കിടത്തിവിട്ട് ആ ഹാർട്ടിലെത്തിച്ച് ആ ഹാർട്ടിൻ്റെ വാൽവ് നിവർത്തുന്ന പ്രൊസീജിയറാണ് ബൈലാറ്ററൽ മിട്രൽ വാൽവോട്ടമി, അത് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും പപ്പയും വളരെ ഭാരപ്പെട്ടു. എങ്കിൽ തന്നെയും ഒരു ഡിലേയും ഇല്ലാതെ അവരത് ചെയ്യുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. അങ്ങനെ എന്നെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എൻ്റെ ബൈലാറ്ററൽ മിട്രൽ വാൽവോട്ടമി എന്ന പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞ് ആ വാൽവിൻ്റെ ചുരുക്കം അല്പം മാത്രമേ അവർക്ക് നിവർത്തുവാൻ കഴിഞ്ഞുള്ളൂ. എന്നെ ICUയിലോട്ട് മാറ്റി. ICUയിൽ നിന്ന് 2-3 ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറയുകയുണ്ടായി, ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട, ഇനി ഈ കുട്ടിയെ സ്കൂളിൽ അയക്കാൻ പാടില്ല, ഈ കുട്ടിക്ക് ഇൻഫെക്ഷൻ അടിക്കാൻ പാടില്ല, പൊടി അടിക്കാൻ പാടില്ല, വെയിറ്റ് തൂക്കാൻ പാടില്ല, ഇന്നർ വിയേഴ്സ് ഒന്നും ധരിക്കാൻ പാടില്ല, ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് മാസ്ക് ഇട്ട് ക്യാപ്പ് ഇട്ട്
വീട്ടിൽ ബെഡ് റെസ്റ്റ് ചെയ്യണം, സ്കൂളിൽ പോകാൻ ഈ കുട്ടി അനുവദിക്കരുത്. വളരെ വിരലിലെണ്ണുന്ന ദിവസങ്ങൾ കൂടെ മാത്രമേ ഈ കുട്ടി ജീവനോടെ ഇരിക്കുകയുള്ളൂ എന്ന് ശ്രീചിത്രയിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് എൻ്റെ പപ്പയെയും അമ്മയും വിളിച്ച് പറഞ്ഞു. അവസാനം ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ബൈ ചാൻസ് ഗോഡ് ഗ്രേസ് ഈ കുഞ്ഞ് ജീവനോട് ഇരിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ വല്ല അത്ഭുതവും നടന്ന് ഈ കുഞ്ഞ് ജീവനോട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞിനൊരു കല്യാണം കഴിയാൻ കഴിയില്ല, ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന് ശ്രീചിത്രയിലെ കാർഡിയോളജിസ്റ്റ് എൻ്റെ മാതാപിതാക്കളോട് തീർത്തും പറയുകയുണ്ടായി. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഒരു കൊച്ചു വീടാണ്. എൻ്റെ റൂം ഞാൻ ഓർക്കുകയാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഡോർ എന്ന് പറയുന്നത് 2 പാളിയാണ്. മുകളിലൊരു പാളി, താഴെ ഒരു പാളി, അങ്ങനെ 2 പാളിയുള്ള ഡോറാണ്. എന്നെ ആ റൂമിലോട്ട് കൊണ്ടുവന്നു. ലൂസായിട്ടുള്ള വസ്ത്രം ധരിച്ച്, ആമേൻ, ക്യാപ്പിട്ട് മാസ്ക് ഇട്ട് എൻ്റെ ബെഡിൽ കിടക്കുന്ന സമയം. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം നിന്നു, ആമേൻ, പഠിക്കാൻ പോകാൻ കഴിയില്ല, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അത്യാവശ്യം എൻ്റെ ടീച്ചേഴ്സും എൻ്റെ അമ്മയും പറയുന്ന ഒരു കാര്യമാണ്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് ധന്യ എന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു പഠിക്കണം, പഠിച്ചൊരു ജോലി വാങ്ങണം, ജോലി വാങ്ങി മാതാപിതാക്കളെ സഹായിക്കണം, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം, എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എൻ്റെ കരങ്ങളിലൂടെ ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ വിശ്രമിക്കുകയാണ്. എന്നെ കാണാൻ വിസിറ്റേഴ്സ് വരും. അമ്മ ഈ താഴത്തെ പാളി എപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇൻഫെക്ഷൻ അടിക്കാൻ പാടില്ല, വിസിറ്റേഴ്സ് എൻ്റെ അടുത്ത് വരാൻ പാടില്ല. ആ ഒരവസ്ഥയിൽ ഞാൻ കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓടി കളിച്ച് ചിരിച്ച് സ്കൂളിൽ പോകേണ്ടുന്ന സമയം ചർച്ചിൽ പോകാൻ കഴിയുന്നില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഒരു മനോഹരമായ ഫംഗ്ഷന് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ വളരെ വിഷമത്തോടെയും വേദനയോടും കൂടെ ആയിരിക്കുന്ന ആ ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായി. പ്രിയ ദൈവജനമേ, ഞാനിങ്ങനെ വളരെ വേദനയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം എൻ്റെ മുന്നിലൂടെ വന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എൻ്റെ ആഗ്രഹങ്ങളും ഒരു ചില്ല് ഗ്ലാസ് കൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ എൻ്റെ മുന്നിൽ തകർന്നു വീഴുവാനിടയായി. അങ്ങനെ ഞാനിങ്ങനെ എല്ലാം അസ്തമിച്ചു. മരണത്തിന് ദിവസങ്ങൾ മാത്രം വിധിക്കപ്പെട്ട് ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, എന്നെ കാണാൻ ഒത്തിരിയും പേര് വരും. അവരൊന്നും എൻ്റെ അടുത്ത് വരരുതെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ട് ഈ താഴത്തെ ഡോറ് എപ്പോഴും ലോക്ക് ചെയ്തിട്ട് അവരിങ്ങനെ എത്തി നോക്കിയിട്ട് പോകും. തന്നെയാ കുറേ പേര് ആശ്വസിപ്പിക്കും, കുറേ പേര് പറയും ഈ ഒരു അവസ്ഥ കുട്ടിക്ക് വന്നല്ലോ, കാരണം ഇനി സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ് ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. അപ്പം എനിക്കൊന്നും എണീറ്റിരിക്കാൻ കഴിയത്തില്ല, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നും, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയില്ല, തല ചുറ്റി ഞാൻ അവിടെ വീഴുന്ന ഒരവസ്ഥ. അങ്ങനെ എൻ്റെ ശരീരം എനിക്ക് എണീറ്റ് എൻ്റേതായ ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ ഫുൾ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കഷ്ടത വന്നത് നന്നായി, എൻ്റെ ദൈവത്തിനെ രുചിച്ചറിയുവാൻ പ്രിയ ദൈവജനമേ ഇതെൻ്റെ ജീവിതത്തിൽ മുഖാന്തരമായി തീർന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ബുക്കുകളെല്ലാം എൻ്റെ റൂമിൽ വളരെ വൃത്തിയായി അടുക്കി വയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്ക് കുഞ്ഞുനാളിലേ ഉണ്ട്. അതിലെൻ്റെ ബുക്കുകളുടെ മുകളിൽ ഞാൻ എപ്പോഴും വയ്ക്കുന്നത് ബൈബിളാണ്. അമ്മേൻ, എനിക്കറിയില്ല, ഞാൻ അതിന് ഒരു ബഹുമാനം കൊടുത്തിരുന്നു, അതിനൊരു സ്ഥാനം കൊടുത്തിരുന്നു. അപ്പോൾ ഈ ബുക്കുകളുടെ മുകളിൽ എൻ്റെ ബൈബിൾ വച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബൈബിൾ വായിക്കണമെന്ന് തോന്നി. ആരും എന്നോട് പറഞ്ഞില്ല, ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചില്ല, അമ്മേൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകനും എൻ്റെ അടുത്ത് വന്നില്ല. എനിക്ക് ഈ ബൈബിൾ വായിക്കണമെന്ന് തോന്നി. ഞാൻ ഈ 24 hours ഞാൻ ഫ്രീ ആയിരുന്നല്ലോ, ഞാൻ ഈ പുതിയ നിയമം മുതൽ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ ആമേൻ, ഒരു ശക്തി, ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പ്രിയ ദൈവജനമേ, വചനം ജീവിപ്പിക്കുന്നതാണ്, വചനത്തിന് ശക്തിയുണ്ട്, ആ വചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ആ വചനം എന്നെ ശുദ്ധീകരിക്കുവാൻ തുടങ്ങി, എന്നെ സൗഖ്യമാക്കുവാൻ തുടങ്ങി, എൻ്റെ ശരീരത്തിലെ കേടുപാടുകൾ മാറ്റുവാൻ തുടങ്ങി. അതുവരെയും എനിക്കൊരു നെഗറ്റീവ് ചിന്തയാണ്, എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തയാണ്, എന്ന് മരിക്കും, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം അസ്തമിച്ചല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്തയാണ്. പക്ഷേ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, തോട്ട്സ് മാറി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻ്റെ ഹൃദയത്തിൽ വരുവാൻ തുടങ്ങി. ഞാൻ ആരുടെയും പ്രേരണയില്ലാതെ രാത്രി 10
10 മണി കഴിയുമ്പോഴേ മുട്ടുമടക്കി കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ റൂമിൽ വച്ച് തന്നെ ഞാൻ അഭിഷേകം പ്രാപിക്കുവാനിടയായി. ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് മറ്റാരുമല്ല, നസ്രയനായ യേശുവാണ്. ആ യേശുവാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ആമേൻ. നമുക്ക് പണമുണ്ടായിരിക്കുമ്പോൾ, നമുക്ക് സ്ഥാനമുണ്ടായിരിക്കുമ്പോൾ, ആമേൻ, നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണും. പക്ഷെ നമ്മളൊന്ന് വീണുപോയാൽ, നമ്മളൊരു കഷ്ടതയിൽ അകപ്പെട്ടു പോയാൽ, നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ പ്രിയ ദൈവജനമേ നമ്മുടെ ദൈവമാണ്, നമ്മുടെ യേശുവാണ്. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് അതുവരെ ഇല്ലാത്തൊരു ധൈര്യം, ഒരു പ്രത്യാശ, ആമേൻ, ഒരു പുതിയ വഴി എൻ്റെ ഹൃദയത്തിലേക്ക് തുറന്നു വരുവാനിടയായി. ഞാനിങ്ങനെ 3 മെഡിസിൻസ് പപ്പ അമ്മ എല്ലാം ഒരു 4 ടാബ്ലറ്റ്, ആമേൻ, പെൻഡിറ്റ്സ്, കലാപ്റ്റിൻ, ലാസിക്സ് എന്ന് പറയുന്ന 4 ടാബ്ലറ്റ് ജീവിതത്തിൻ്റെ അവസാനം വരെ കഴിക്കണമെന്ന് ശ്രീജിത്രയുടെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. അമ്മേൻ, ഇതിൽ ഒരു ടാബ്ലറ്റ് കുറഞ്ഞാൽ അമ്മേൻ എൻ്റെ ശരീരത്തിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാകും, ഒന്നുപോലും കുറയ്ക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ 4 ടാബ്ലറ്റ്സ് രാവിലെ ഉച്ചയ്ക്കും രാത്രി എടുക്കുമ്പോൾ അതിൽ ഒന്ന് പെൻഡിറ്റ്സ് ആണ്, 400 mg ആണ്. വളരെ വളരെ ഡോസ് കൂടിയ മെഡിസിനാണ്. ഇതെടുത്ത് കഴിയുമ്പോൾ ഞാൻ സെഡേഷൻ മൂഡിലേക്ക് പോകും. ഇതെടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഒന്നും വായിക്കാൻ കഴിയുന്നില്ല, ബ്ലഡ് വിഷനാണ്, എൻ്റെ തല ചുറ്റുന്നത് പോലെ തോന്നും, എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ഡേ ബൈ ഡേ ഈ മെഡിസിൻസ് എന്നെ വളരെയധികം വേദനപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ ഈ മെഡിസിൻസിനെ ആമേൻ ആ കൊച്ചു പ്രായത്തിലെ ഈ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് പ്രിയ ദൈവജനമേ, ആ യേശുവിൽ ഒരു വിശ്വാസം കൊണ്ട്, ആ യേശുവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, ആ യേശുവിൻ്റെ കരം പിടിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഈ 4 മെഡിസിനും, എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു റബ്ബറുണ്ട്, അമ്മേൻ, വെട്ടാറില്ല, അതൊരു പാഴ് റബ്ബറാണ്. ആ റബ്ബറിൻ്റെ മൂട്ടിൽ എല്ലാ മെഡിസിൻസും പൊട്ടിച്ചിട്ട്, അന്ന് വീട്ടിൽ ആരുമില്ലെന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മേൻ ഒരു മണ്ണെണ്ണ ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് എല്ലാ മെഡിസിൻസും ഞാൻ കത്തിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു, നാഥാ, ഈ ജീവിതം എത്ര നാളാണോ നീ എനിക്ക് തരുന്നത്, അത് മതി എൻ്റെ ആയുസ്, അതിനപ്പുറമായി ഒരു ദിവസം പോലും എനിക്ക് വേണ്ടപ്പാ. അങ്ങ് എത്ര നാളാണോ എന്നെക്കുറിച്ച് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആ ദിവസം വരെ എനിക്ക് ഓടി നടന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപ തരണമേ എന്ന് മെഡിക്കൽ സയൻസിനേക്കാൾ അപ്പുറമായി, ഡോക്ടറിനേക്കാൾ അപ്പുറമായി, എൻ്റെ മാതാപിതാക്കളെക്കാൾ അപ്പുറമായി ഞാൻ എൻ്റെ യേശുവിനെ വിശ്വസിച്ചു. പ്രിയ ദൈവജനമേ, അവൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ല കർത്താവാണ്. ആര് നമ്മെ കൈവിട്ടാലും, ആര് നമ്മിൽ നിന്ന് അകന്നു പോയാലും, മകനെ മകളെ, പെറ്റമ്മ ഒരു കുഞ്ഞിനെ മറന്നു കളയും, എന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ ആ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുവാൻ തുടങ്ങി. അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യാശ, ഒരു ഭയങ്കര ഒരു ഹോപ്പ് എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഡോക്ടേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷേ വചനം ഞാൻ കയ്യിലെടുത്ത് തുടങ്ങിയപ്പോൾ, എൻ്റെ യേശുവിനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, എൻ്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് മാറ്റി, എൻഡിങ് പോയിന്റ് മാറ്റി, ദൈവം സ്റ്റാർട്ടിങ് പോയിന്റ് ഇടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്കിനി പഠിക്കണം, ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവരണം. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് സ്കൂളിൽ പോകുന്നില്ല, ഏകദേശം 1 വർഷം വരെ ആകാറാകുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു, ആ മോളെ ലേബർ ഇന്ത്യ വാങ്ങിക്കൊണ്ടുവരാം. ഒരു ദിവസം ഞാനിങ്ങനെ പഠിക്കുവാണ്, ലേബർ ഇന്ത്യ വെച്ച് പഠിക്കുവാണ്. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ, കാരണം ഒരു പ്രതീക്ഷയില്ല, ഇവള് മരിക്കുമെന്ന് പൂർണ്ണമായി ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ബുക്കുകളും പുസ്തകങ്ങളെല്ലാം വാരി ഹാളിലേക്ക് എറിഞ്ഞിട്ട് ഒരു ഭ്രാന്തി അലറി കരയുന്നത് പോലെ എന്നെ കണ്ടിട്ട് എൻ്റെ അമ്മ കരയുവാനിടയായി. പ്രിയ ദൈവജനമേ, അമ്മേൻ, അവിടെ ഞാൻ തളർന്നില്ല. ഞാൻ ആ ലേബറിൻ്റെ വെച്ച് മാത്സ് ഒക്കെ തെറ്റാണ് ഞാൻ ചെയ്ത് പഠിക്കുന്നത്. എനിക്കൊരു സ്കൂളില്ല, എനിക്കൊരു ടീച്ചറില്ല, എനിക്കൊരു ട്യൂഷനില്ല. ഞാൻ എൻ്റെ റൂമിലിരുന്ന്, എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ പഠിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും യേശുപ്പാ, എനിക്ക് പഠിക്കണം, ജോലി വാങ്ങണം, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ പഠിക്കുവാനിടയായി. അത്ഭുതമെന്ന് പറയട്ടെ, നീ ഏതിനകത്തകപ്പെട്ടാലോ അവിടെ 4ാമനായി ഇറങ്ങി വരുന്ന ഒരു നല്ല യേശുവുണ്ട്. ഹല്ലേലൂയ.
അങ്ങനെ ഞാൻ പഠിച്ചു. 9ാം ക്ലാസ് ആ പരീക്ഷയോട് അടുക്കാറായപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളും ടീച്ചേഴ്സ് കുട്ടികളെ എന്നെ കാണാനായിട്ട് വന്നു. പ്രിൻസിപ്പൾ അറിഞ്ഞു ഞാനിതുപോലെ ഒളിച്ചു വെച്ചിരുന്ന് പഠിക്കുകയാണെന്ന്. അപ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ അമ്മയോടും പപ്പയോടും പറഞ്ഞു, തന്നെയൊരു എക്സ്ട്രാ പെർമിഷൻ എടുത്ത് തരാം എക്സാം എഴുതാനായിട്ട്. അങ്ങനെ എനിക്ക് എക്സാം എഴുതാനായിട്ട് ഒരു അവസരം തന്നു. ഞാൻ സ്കൂളിൽ പോകാതെ ഒരു അറ്റൻഡൻസ് പോലും ഇല്ലാതെ എൻ്റെ പപ്പ ഓട്ടോയിൽ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ എന്നെ എക്സാം ഹാളിൽ കൊണ്ടിരുത്തി 9th എക്സാം വളരെ അനുഗ്രഹമായിട്ട് എഴുതുവാൻ ദൈവം സഹായിച്ചു. അന്ന് ആ എക്സാം ഹാളിൽ വെച്ച് കുട്ടികളെല്ലാം എന്നെ ഇങ്ങനെ നോക്കി. ഒരു വിചിത്ര ജീവി എന്ന് വേണം, ലൂസായിട്ടുള്ള വസ്ത്രം ധരിച്ച് മാസ്ക് ഇട്ട് ക്യാപ്പിട്ടിരിക്കുന്ന എന്നെ കണ്ടിട്ട് കുട്ടികളെല്ലാം തിരിഞ്ഞു നോക്കി. അവിടെയും എൻ്റെ ഹൃദയം ഇങ്ങനെ പതറിപ്പോയി. പക്ഷെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയ ദൈവജനമേ, അത് കഴിഞ്ഞ് ഞാൻ ഒരു മെഡിസിൻസും എടുത്തില്ല. എൻ്റെ വചനമാണ് എൻ്റെ മെഡിസിൻ. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നമ്മെ വിടുവിപ്പിക്കുന്നതാണ്. ഈ വചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. അന്ന് മുതൽ എൻ്റെ മരുന്നെന്ന് പറയുന്നത് ഈ വചനമാണ്. ശ്രീചിത്രയിലെ ഡോക്ടേഴ്സിന്റെ അനുവാദം കൂടാതെ ഞാൻ +1 10ാം ക്ലാസ് സ്കൂളിൽ പോയി തുടങ്ങി. +1 +2 സയൻസ് എടുത്ത് നല്ല മാർക്കോടെ വിജയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം, എനിക്കൊരു BSc നഴ്സ് ആവണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സിന്റെ അനുവാദം കൂടാതെയാണ് ഞാൻ സ്കൂളിലേക്ക് കടന്നു പോയത്. പ്രിയ ദൈവജനമേ, പരമവൈദ്യനായ ഒരു ദൈവമുണ്ട്. നമ്മെ നാടി ഞരമ്പുകളെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ സൃഷ്ടിച്ച ദൈവം. ആ ദൈവം തൊട്ടാൽ വിടുതല, ആ ദൈവം സ്പർശിച്ചാൽ സൗഖ്യമാ. അതിനപ്പുറമായി മറ്റൊരു വൈദ്യനില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം എന്നെ സൗഖ്യമാക്കി. ആമേൻ. എൻ്റെ ശരീരത്തിൽ ആരോഗ്യം നൽകി, ബലം നൽകി, എൻ്റെ തലചുറ്റലും മാറ്റി, എൻ്റെ ബ്ലഡ് വിഷം മാറ്റി, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും കർത്താവ് മാറ്റി. അങ്ങനെ ഞാൻ +2 നല്ല മാർക്കോടെ വിജയിച്ചു. ആമേൻ. ഹല്ലേലൂയ. BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്തു. 4 വർഷം ഒരു അരിയറും കൂടാതെ വളരെ നന്നായി പഠിച്ചു. എൻ്റെ ബാച്ചിൽ ഹല്ലേലൂയ ഒരു നല്ല റിസൾട്ട് എനിക്ക് എടുക്കുക എൻ്റെ ദൈവം സഹായിച്ചു. ഫസ്റ്റ് എനിക്ക് ആമേൻ ഹല്ലേലൂയ ക്യാമ്പസ് സെലക്ഷൻ വഴി അപ്പോയിൻമെന്റ് കിട്ടിയത്. ആമേൻ. മുതിര അപ്പോളോ ഹോസ്പിറ്റലില് എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടി. ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് കേരള രജിസ്ട്രേഷൻ ആയപ്പോൾ ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ കേരളം നല്ലൊരു ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് ഞാൻ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുവാൻ തുടങ്ങി. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അവിടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നു, ജോലി നൽകി, ആമേൻ, പഠിക്കാനുള്ള കൃപ നൽകി, ആരോഗ്യം നൽകി. അത് കഴിഞ്ഞ് വിവാഹത്തിനുള്ള സമയമാണ്. ഒത്തിരി വിവാഹാലോചനകൾ വരുവാൻ തുടങ്ങി. അമ്മ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എൻ്റെ ആഗ്രഹം ഇതാണ്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി എൻ്റെ ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞൊരു വ്യക്തിയായിരിക്കണം, ഒന്നൊരു ദൈവ മകനായിരിക്കണമെന്ന് പറഞ്ഞു. ആമേൻ. ഒത്തിരി വിവാഹാലോചനകൾ വന്നു. എൻ്റെ ഈ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ അതെല്ലാം ഇങ്ങനെ മുടങ്ങി പോകുന്ന ഒരവസ്ഥ. എൻ്റെ അമ്മ പിന്നെ എന്നെക്കാളും അമ്മ ഇളയതായിട്ടുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോകുന്നത് കണ്ട് മറ്റൊരു വിവാഹത്തിന് പോലും പോകാൻ കഴിയാത്തൊരവസ്ഥ എൻ്റെ അമ്മയ്ക്കുണ്ടായി. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. എൻ്റെ 1 വയസ്സിന് ഇളയതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ എൻ്റെ വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ട് ആ സമയത്ത് കടന്നു വന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കായിട്ടൊരു മകനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ മുന്നിൽ കൊണ്ടുവരണമേ എന്ന് ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനിടയായി. ഒരു ബ്രോക്കർ അടുത്ത് ഞാൻ പോയില്ല, ഒരു റെക്കമെൻഡേഷനും പോയില്ല. അമ്മേ, നിന്റെ വിഷയം എന്താണോ നീ മുട്ടുമടക്കി അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തോട് കരയാമെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയാവും. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എൻ്റെ വിവാഹത്തിന് 3 വർഷത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്ന അന്നത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ദൈവദാസനെ വിളിച്ചിരുന്നു. ആ ദൈവദാസൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നമുണ്ട്, ഇതാണ് ദൈവഹിതം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ വിവാഹത്തിന് 3 വർഷത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് കർത്താവ് ആലോചന കൈമാറി. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ തുരുത്തി ശേഖരിച്ച്
പ്രതിഫലം തരുന്നൊരു നല്ല ദൈവം. അവൻ എൻ്റെ വിവാഹം എൻ്റെ ദൈവം വളരെ മനോഹരമായ ദേശത്ത് വെച്ച് ഏറ്റവും അത്ഭുതകരമായി എൻ്റെ ദൈവം നടത്തി. അത് ഞാൻ പ്രഗ്നന്റ് ആയി. അമ്മൻ അപ്പൊ എൻ്റെ ആന്റി പറഞ്ഞു, അമ്മൻ ഇവക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നതല്ലേ, ഒന്ന് ശ്രീചിത്രയിൽ പോണോ, ഇവളുടെ അവസ്ഥ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യണോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ശ്രീചിത്രയിലേക്ക് പോവുകയാണ്. ഡോക്ടേഴ്സ് എൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ഷൗട്ട് ചെയ്തു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വളരെ മോശമായി ഒത്തിരി ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, ഇവൾക്കേ നേരെ ബ്ലഡ് സപ്ലൈ ഇല്ല, പിന്നെ എങ്ങനെ കുഞ്ഞിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുവാൻ കഴിയും, ഒരിക്കലും ഈ കുഞ്ഞിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല, ഇതിന് അബോർട്ട് ചെയ്യണമെന്ന് അവർ കർശനമായി പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, നാഥാ അങ്ങ് നൽകിയ ഉദരഫലം അങ്ങ് ഒരു ഗുണവും കൂടാതെ തരുവാൻ അങ്ങ് ശക്തനെന്ന് പറഞ്ഞു ഞാൻ കരയുവാനിടയായി. പ്രിയ ദൈവജനമേ, അങ്ങനെ 4-ാം മാസം എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ശ്രീചിത്താമൻ ട്രിവാൻഡ്രം SAT ഹോസ്പിറ്റലിലേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്തു. 4-ാം മാസം മുതൽ ഒരു റൂമില് അമ്മ നിറവയറോടെ, ഹല്ലേലൂയ, ഞാൻ വണ്ണിച്ച് എൻ്റെ മുഖമെല്ലാം വികൃത രൂപമായി, എൻ്റെ ശരീരമെല്ലാം വികൃത രൂപമായി, എന്നെ കണ്ടാൽ ആളറിയത്തില്ല. ഹല്ലേലൂയ, എൻ്റെ ശബ്ദം മാറി, രൂപം മാറി, ഭാവം മാറി. ആ ഒരവസ്ഥയിലേക്ക് ഞാൻ പോയി. നാമൻ ഹല്ലേലൂയ, ദിനരാത്രങ്ങൾ പലപ്പോഴും ശ്വാസം കിട്ടില്ല. ഒരു മീനിനെ എങ്ങനെയാണോ കരയിൽ പിടിച്ചിടുന്നത് അത് കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഈ കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് ഞാൻ പിടയ്ക്കുന്ന ഒരവസ്ഥ എൻ്റെ അമ്മേൻ ജീവിതത്തിലുണ്ടായി. അന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. എൻ്റെ അമ്മയോടോ ഡോക്ടറിനോടോ പറഞ്ഞാൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യൂ, ആരോടൊന്നും പറയില്ല. ഹല്ലേലൂയ, ഈ ബൈബിളിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുവാൻ തുടങ്ങി. നാഥാ, എനിക്ക് ഇതിൽ നിന്നൊരു അമ്മേനൊരു വിടുതൽ നൽകണമെന്ന്. അമ്മ വിളിച്ചാ വിളിയേക്കുന്നൊരു ദൈവമുണ്ട്, കഷ്ടതയിൽ നിന്റെ അടുത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീർ മറികടക്കാത്തൊരു ദൈവമുണ്ട്. ഞാൻ സേവിക്കുന്ന യേശുവാണ് ആ ദൈവം. ഹല്ലേലൂയ. 7-ാം മാസം അമ്മ എല്ലാ പേപ്പേഴ്സിലും എൻ്റെ അനിയന് എൻ്റെ ഹസ്ബൻഡ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ ഹസ്ബൻഡിന് എല്ലാ പേപ്പേഴ്സ് സൈൻ ചെയ്ത് മേടിച്ചു. കുഞ്ഞിനെയും കിട്ടില്ല ഇവളെയും കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പേപ്പേഴ്സ് സൈൻ ചെയ്ത് മേടിച്ചു. 7-ാം മാസം അമ്മേൻ OT-യിലെ ഡോക്ടർ നന്ദിനി മേഡം അമ്മേൻ എന്നെ സിസേറിയൻ ചെയ്യുവാൻ വേണ്ടി അമ്മേൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്, എല്ലാം ബാക്കി ദൈവത്തിന്റെ കയ്യിലെന്ന് പറഞ്ഞ് കയറി. വലിയ ഡോക്ടർ സന്നാഹം, വിദഗ്ധ ഡോക്ടേഴ്സ്, വലിയ അനസ്തേഷ്യ ടീം അമ്മേൻ എല്ലാവരോടും പറഞ്ഞ് ശ്രീചിത്രയിലെ പെർമിഷനോട് കൂടെ അമ്മേൻ എൻ്റെ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്തപ്പോൾ തന്നെ അമ്മേൻ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് കടന്നുപോയി. അമ്മേൻ എൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലായി മാറി. എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്ത്, കുഞ്ഞ് കരഞ്ഞില്ല, കുഞ്ഞിൻ്റെ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടി, കുഞ്ഞ് രക്തം അമ്മേൻ വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. എൻ്റെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായി. എന്നെ കാർഡിയക് ഐസിയിലേക്ക് മാറ്റി, കുഞ്ഞിനെ NICയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. അമ്മേൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം ഒരു വ്യത്യാസം നൽകി തുടങ്ങി. ഞാൻ റിക്കവർ ആകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞെന്തേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു, തന്നെ ഇപ്പൊ കാണണ്ട. ഞാൻ പറഞ്ഞു, നോ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു. എൻ്റെ നിർബന്ധം കാരണം വീൽ ചെയറിൽ കറ്റി. ആ സിസേറിയൻ ആ സ്റ്റിച്ചോടുകൂടെ വളരെ ടയേർഡായ എന്നെ ആ വീൽ ചെയറിൽ കറ്റി ആമേൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കണ്ടത് ഇപ്രകാരമാണ്. കയ്യാസകല കുത്തി, കാലാസകലം കുത്തി, കൃത്രിമ ശ്വാസത്തിൽ ഒരു മാംസപിണ്ഡമായി ഉയരുകൾക്കിടയിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ അലറിക്കരഞ്ഞു, കർത്താവേ, എനിക്ക് അവളുടെ കയ്യിൽ കുത്തുവാൻ സ്ഥലമില്ല, അവളുടെ കാലിൽ കുത്തുവാൻ സ്ഥലമില്ല. കൃത്രിമ ശ്വാസത്തിൽ കിടക്കുന്ന 4 ചുറ്റും അവളുടെ മുഖത്തും മുഴുവനും അവൻ കൃത്രിമ ശ്വാസത്തിന്റെ മാസ്ക്. ആ മാംസപിണ്ഡത്തെ കണ്ടിട്ട് ഞാൻ അലറിക്കരയുവാൻ തുടങ്ങി. കർത്താവേ, അങ്ങ് നൽകി ഉദരഫലം. ICU ഞാൻ മറന്നു. ഞാൻ അവിടെ നിന്ന് അലറിയപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഡോക്ടേഴ്സ് ഒക്കെ സമാധാനിപ്പിച്ചു, തന്നെ കരയണ്ട, നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം, ഒരു പ്രതീക്ഷയും വേണ്ട,
ഈ കുഞ്ഞിനെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അത്രയ്ക്ക് കുഞ്ഞിന് സക്കിങ് എബിലിറ്റി ഇല്ല. പാലൊന്നും കൊടുക്കുന്നത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഒരു മരുന്നിനോടും കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാലെന്തായാലും കൊണ്ടുവന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പാല് പിഴിഞ്ഞ് ഒരു കിണ്ണത്തിൽ വെച്ചിട്ട് ഞാൻ ഈ സ്റ്റിച്ച് വെച്ച് ഹല്ലേലൂയ, ഞാൻ വളരെ ടയേർഡാണ് ആ ടൈം. ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ പാലിൽ കൈവച്ച് കരയുവാൻ തുടങ്ങി. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഈ പാലിന്മേൽ പരിവർത്തിക്കണോ, ഇതൊരു ഔഷധമാക്കി മാറ്റണോ. ഈ കുഞ്ഞ് ഈ പാല് കുടിക്കുമ്പോൾ അവളെ ശരീരത്തിൽ എന്താണോ രോഗം, യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറണമെന്ന് ഞാൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ച പാലുമായി എന്റെ കുഞ്ഞിനെ കാണുവാൻ ഞാൻ പോയി. ഈ പാല് കൊണ്ട് ഡോക്ടറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഡോക്ടർ ഇത് കൊടുത്തു നോക്കൂ, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ അത് കൊടുത്തു നോക്കി. 1/4 മണിക്കൂർ കഴിഞ്ഞ് എനിക്കൊരു ശബ്ദം, സിസ്റ്റർ ഞാൻ കേട്ട്, എന്താ ഡോക്ടർ പറഞ്ഞു? ആമേൻ, കുഞ്ഞു പാല് കുടിച്ചു, ഡൈജസ്റ്റ് ആയി, യൂറിൻ ഔട്ട്പുട്ട് വന്നു, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവാത്ഭുത മന്ത്രി, വീരനാ ദൈവ, നിത്യപിതാവ്, സമാധാന പ്രഭു, ഹല്ലേലൂയ. എന്റെ ദൈവത്തിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അങ്ങനെ എന്റെ പ്രിയ കുഞ്ഞിനെ അവൻ കയ്യിലുള്ള ട്യൂബ് മാറ്റി, മൂക്കിലുള്ള ട്യൂബ് മാറ്റി, വായിലുള്ള ട്യൂബ് മാറ്റി, കൃത്രിമ ശ്വാസം മാറ്റി. ഓരോ ദിവസവും ഞാൻ പാലുമായി അവളെ കാണാൻ പോകും. അവളെ സ്ഥിതിക്ക് വളരെ വ്യത്യാസമുണ്ടായി. എൻ്റെ പ്രിയ കുഞ്ഞിനെ എൻ്റെ ദൈവം എൻ്റെ കരങ്ങളിലേക്ക് തിരിച്ചു നൽകി. ഡോക്ടർ പറഞ്ഞു, ധന്യ, ഇത്രയും ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതല്ലേ, നമുക്ക് കുഞ്ഞിൻ്റെ എല്ലാ സ്കാനും എടുക്കണമെന്ന് പറഞ്ഞു. തല മുതൽ പാദം വരെയുള്ള എല്ലാ സ്കാനും എടുത്തു. അപ്പോ ഡോക്ടർ പറഞ്ഞു, ധന്യ, ആ കുഞ്ഞിന്റെ തലയിൽ ഫ്രോണ്ടൽ റീജിയനിലെ ഇത്ര സെന്റിമീറ്റർ ഉള്ള ഒരു മുഴയുണ്ട്. ഹല്ലേലൂയ. ഇതൊരു പെൺകുഞ്ഞല്ലേ, മിക്കവാറും മന്ദബുദ്ധിയായി തീരാനാണ് സാധ്യത. ഒരു ന്യൂറോ സർജറി വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെയും ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഹല്ലേലൂയ. അമ്മേ, ഹല്ലേലൂയ. ആദ്യത്തെ 2 സ്കാനില് കുഞ്ഞിന്റെ തലയിൽ ഫ്രോണ്ടൽ റീജിയൻ ആ മുഴ അവിടെയുണ്ട്. മൂന്നാമത് ഹല്ലേലൂയ മെട്രോ സ്കാൻ സെന്ററിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടിരിക്കുക അവക്ക്. ഹല്ലേലൂയ. അവളുടെ മുഴ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. അതിന്റെ തലേ ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡ് രാത്രിയുടെ യാമങ്ങളില് കുഞ്ഞിന്റെ തലയിൽ കൈ വെച്ചിട്ട് കരയാൻ തുടങ്ങി. അപ്പാ, സഹായിപ്പാൻ ആരുമില്ല, ഈ കുഞ്ഞിനെ അങ്ങ് തൊട്ട് വിടുവിച്ചേ മതിയാവൂ, അങ്ങയുടെ ശക്തി കുഞ്ഞിന്റെ മേൽ പകർന്നേ മതിയാവൂന്ന്. പ്രിയ ദൈവജനമേ, നീ കരയുന്ന ഓരോ കണ്ണുനീരിനോ എൻ്റെ ദൈവം മറുപടി തരാതെ തിരിഞ്ഞു നടന്നു പോകുന്നവനല്ല. ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യം വരെ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് കുഞ്ഞിന് വേണ്ടി കരഞ്ഞു. പിറ്റേന്ന് പറയട്ടെ പ്രിയ ദൈവജനമേ, അന്ന് എൻ്റെ അനിയത്തി കിംസിലെ സ്റ്റാഫാണ്. എൻ്റെ അനിയത്തി അവിടെ ഉണ്ട്, വിദഗ്ധ ഡോക്ടേഴ്സ് അവിടെയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഞാനുമായി എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് മെട്രോ സ്കാൻ സെന്ററിലേക്ക്. ഡോക്ടേഴ്സ് മാറി 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 നോക്കി. there is no evidence of any sister, അങ്ങനൊരു മുഴ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ കുഞ്ഞിന് 7 വയസ്സായി. അവൾ ഇന്നും അതിശയോത്ഭുതകരമായി കർത്താവ് അവളെ നടത്തുന്നു. ആമേൻ. ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നത് മെഡിക്കൽ സയൻസ് തോറ്റെടുത്ത് യേശു ജയിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആമേൻ ചരിത്രത്തെ ചരിത്രം കൊണ്ട് ഖണ്ഡിക്ക, സയൻസിനെ സയൻസ് കൊണ്ട് ഖണ്ഡിക്ക. ഒരു മനുഷ്യന്റെ അനുഭവത്തെ ഒന്നും കൊണ്ട് ഖണ്ഡിക്കുവാൻ കഴിയുകയില്ല. എൻ്റെ കുടുംബത്തിലെ എനിക്ക് സകലതും തിരിച്ചു തന്നൊരു ദൈവമുണ്ട്. എന്നെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്. എന്നെ കുഞ്ഞിനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. എനിക്കൊരു കുടുംബ ജീവിതം തന്നൊരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, നസ്രേനായ യേശു അത്രേ. എനിക്കൊന്നേ നിങ്ങളോട് പറയുവാനുള്ളൂ, യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തന് ലജ്ജിച്ചു പോകുകയില്ല. യേശുവാണ് ഏക സത്യ ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഇതിനപ്പുറമായ ഒരു നിത്യതയുണ്ട്. ആമേൻ. നാം രക്ഷിക്കപ്പെട്ട സ്നാനമെടുത്ത് കർത്താവിനോട് ചേരുവാ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അത്
അതിലുപരിയായി നമ്മുടെ ഏത് കഷ്ടതയിലും നമ്മ കൂടെ നിൽക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രിയ ദൈവജനമേ, നീ കാരാഗ്രഹത്തിലാണോ, നീ രോഗത്തിലാണോ, നീ വേദനയിലാണോ, നിന്റെ തലമുറയെ കുറിച്ചുള്ള ഭാരമാണോ, നിന്റെ ഭാവിയെ കുറിച്ചുള്ള ഭാരമാണോ? ആമേൻ. നിനക്ക് എന്താ ആ നഷ്ടങ്ങളെ നികത്തുവാ എൻ്റെ യേശു മതിയായവനാണ്. ആമേൻ. എന്നെ സൗഖ്യമാക്കിയ ദൈവ, എന്നെ വിടുവിച്ച് നടത്തിയ ദൈവ, നിങ്ങളെ വിടുവിക്കുവാൻ ശക്തൻ. ഇത്രത്തോളം ഞങ്ങൾ ഇന്ന് കുടുംബമായി അനേക സ്ഥലങ്ങളിൽ പോയി എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ ദൈവം സഹായിക്കുന്നു. ആമേൻ. ഇനിയും ഹല്ലേലൂയ അനേകരെ കർത്താവേ ഈ നല്ല യേശുവിനെ രുചിച്ചറിയുവാ, രക്ഷിക്കപ്പെടുവാ, നിത്യതയുടെ അവകാശികളായി തീരുവാ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.